കഴിഞ്ഞ ദിവസം ചെയ്ത പെരുന്നാൾ ചെടികളുടെ സെക്കൻഡ് പാർട്ടാട്ടോ ഇത്. ഇത്രയും ചട്ടികളും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അർത്തുങ്കപ്പള്ളി പെരുന്നാളിന് പോയപ്പോൾ തന്നെയാണ്. അത്യാവശ്യം വില കുറവിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ജമന്തി ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ച് വാടിപ്പോയതാണ്. പക്ഷേ ഈ വർഷം ഞാൻ അതിൻ്റെ കുറച്ച് പോട്ടിംഗ് വീഡിയോ ഒക്കെ കണ്ട് അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം പ്ലാന്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് താഴത്തേക്ക് ഇറക്കമുള്ള ചട്ടിയായിരിക്കണം. വാവട്ടം കുറഞ്ഞ ചട്ടിയിലാണിത് നന്നായിട്ട് പിടിക്കുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസും കുറച്ച് പരീക്ഷണമൊക്കെ നടത്തിയതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. എല്ലാ ചെടിച്ചട്ടികൾക്കും ഞങ്ങൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോൾ അധികം ഉണ്ടാവില്ല, ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇതിന് നീർവാർച്ചയുള്ള മണ്ണാണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാദാ മണലും പോട്ടി മിക്സും മണലും ചാണകപ്പൊടിയും പെർലൈറ്റും നമ്മുടെ ചകിരിച്ചോറും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് നടുന്നത്. അപ്പം ഇത് നടുന്നതിൻ്റെ കൂടെ ഞാൻ ഈ കാണിക്കുന്നത് പെർലൈറ്റ് വേണ്ട ചെടികൾക്ക് വേണ്ടി മാത്രം ഞാൻ ചെറിയൊരു പോട്ടി മിക്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പെർലൈറ്റ് വേണ്ടുന്ന ചെടികൾ വേറെ കുറേ ഉണ്ട്. നീർവാർച്ച ഉള്ളവർ ചെടികളൊക്കെ പെർലൈറ്റ് ഇട്ടിട്ടാണ് വെക്കാറ്. നന്നായിട്ട് ചകിരിച്ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചകിരിച്ചോറും പെർലൈറ്റും നമ്മുടെ പോട്ടി മിക്സും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെടി നടുന്നത്. അപ്പം ഇങ്ങനത്തെ ജമന്തി പൂവുകൾ അധികം നമ്മുടെ നാട്ടിൽ അങ്ങനെ നിൽക്കാറില്ല. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകാറാണ് പതിവ്. പക്ഷേ നമ്മൾ അതിന് വേണ്ട കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വളരും. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, നന്നായിട്ട് ചകിരിച്ചോറും പെർലൈറ്റും അതുപോലെ തന്നെ കുറച്ച് പോട്ടി മിക്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ചെടി ഓൾറെഡി നഴ്സറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വേര് ഞാൻ രണ്ടാക്കി, പൂക്കൾ രണ്ടാക്കിയിട്ട് ഞാൻ 2 തൈയായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിന് 3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതിയാവും. അത്യാവശ്യം വെള്ളം അത്രയും വേണ്ടാത്ത ചെടിയാണ്. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് വേഗം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അടിവളം കൊടുക്കണം. നന്നായിട്ട് അടിവളം ഇട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു പെർലൈറ്റും അതുപോലെ തന്നെ ഈ മണ്ണും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് 3 ദിവസം കൂടുമ്പോഴും വാട്ടർ ചെയ്താൽ മതി. അധികം വെയിലും വേണ്ട. 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പൂവൊക്കെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ നിർത്തുള്ളൂ. കാര്യം നമ്മൾ ചെടി വെക്കുമ്പോൾ പൂവും കൂടെയുള്ള ചെടിയാണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്ത പ്ലാന്റ്സിന് പൂവും കൂടെ ഉള്ളതാണെങ്കിൽ കുറച്ച് പ്രയാസമാണ് ഇത് വളരാനായിട്ട്. അതുകൊണ്ട് നമ്മൾ പൂവെല്ലാം പ്രൂൺ ചെയ്ത് കളഞ്ഞതിന് ശേഷം കുറച്ച് വെക്കുകയുള്ളൂ. 2 ദിവസം വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പൂവോട് തന്നെ വെച്ചിരിക്കുന്നത്. പൂവൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ന്യൂട്രീഷ്യൻസ് മുഴുവൻ ചെടികൾക്ക് മൊത്തം കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് പൂ വിടർന്നാലോ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും 2 ദിവസം തണലത്ത് വെച്ച് വേരൊന്ന് സെറ്റ് ആയതിന് ശേഷമേ വെയിലത്തോട്ട് മാറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ 3rd പാർട്ടായിട്ട് ആഡ് ചെയ്തേക്കാവേ.